ആ കാല് എന്തിന് കാല് പിടിച്ച് മാപ്പ് പറയാനാ? മനുഷ്യരോട് ടെൻഷൻ അടിച്ച് അടുക്കുമ്പോൾ അയാളുടെ ഓടോ മാറി. സാറേ, കാക്ക വിളിച്ചാൽ കൊക്കാകൂല, കമ്പൗണ്ട് വിളിച്ചാൽ ഡോക്ടർ ആകൂല, എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ മാറ്റമില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണയിടാം. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടർ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം. ചന്ദ്രപ്പൻ അച്ഛനാ സത്യത്തിൽ. എന്റെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചോയില്ലടാ. എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലടി. രത്നമ്മയിൽ നിന്നും ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ, അമ്മിനിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മൂരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പ്രകൃതമായ ആവശ്യത്തിന് ആരെങ്കിലും സഹിക്കണോ? സഹിക്കോ മാറിക്കണോ? തന്റെ ഈ ഓഞ്ഞ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമരമുറയിലൂടെ ഞാൻ നേടിയെടുക്കും. മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. വിദേശ ബീജ കുത്തകകളെ ഒറ്റപ്പെടുത്തുക, നാടുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം MLA-യുടെ വീട്ടുപടിക്കല് കുട്ടന്റെ നേതൃത്വത്തില് ഒച്ചിറ വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ 2ാം ദിവസമാണ്. പണ്ട് മഹാകവി പാടി വിദ്യായന്തിനു മർത്യാനു വിത്തുകാളാവുകിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ, അല്ലെ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളേക്കാൾ ഭയാനകമായിരിക്കും. ഓർക്കുക വല്ലപ്പോഴും. അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളി. ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓടണേ? അച്ചമ്മേ, ശരിയാക്കി തരട്ടാ. എവിടെയാണ് നിന്റെ ഭൂമിക ചേച്ചി? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒന്ന് കാണാൻ. ആരെ? അല്ല, ഇതുങ്ങളൊക്കെ ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്താന്ന് മനസ്സിലായി. അല്ല, എന്ത് ധൈര്യത്തില് താനിപ്പോ ഇങ്ങോട്ട് കയറി വന്നേ? ഇളയച്ചൻ ഇവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൃത്യമായി പറഞ്ഞാൽ MLA-യും പരിവാരങ്ങളും ഇപ്പോ തഹസീൽദാരുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, വേഗം സ്ഥലം വിടാൻ നോക്ക്. താൻ എല്ലാം കേൾക്കണം, എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. അതെ, ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി. അതൊന്ന് നേരി പറയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താനെന്താ ഇവിടുന്ന് മോഷ്ടിച്ച്? തന്റെ ഹൃദയം. എന്റെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ആ വൈദ്യുതി ഇപ്പൊ ഇവിടെ വന്നത്. MLA-യുടെ സ്ഥാനത്ത് നിന്നും അച്ഛമ്മ ഇപ്പോൾ തീർപ്പുണ്ടെങ്കിൽ തന്നെ. അവൻ എവിടെ? മതിലിയാടി പോണുണ്ട്. മതിലിയാടിയൊന്നു വരണടാ. കണ്ണു പെട്ട തന്റെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല. എങ്ങോട്ടെങ്കിലും പോയി ഒളിക്ക്. എങ്കിൽ പുള്ളിക്കാരോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ആ ഡോക്ടർ ചെക്കനെ കണ്ടോ നീ? ഞാൻ കണ്ടില്ല. അവന്റെ പാണ്ഡം. അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നതെന്നറിയണമല്ലോ. പാടോ. അവൻ വേദന ഒന്നും എടുക്കില്ല കേട്ടോ.
സാരമില്ല. അയ്യോ അയ്യേ വൃത്തികെട്ടവന് കാണിക്കണില്ലേ ബാലപീഡനം. ആഹാ ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ? എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? മൃഗഡോക്ടർ ആണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഒരു കിടാവിനാണ് മൂക്കുകയർ കെട്ടിയത്. മിണ്ടാപ്രാണിയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതിന് താൻ എന്തിനാ മതിലിയാടിയ? ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ഈ കരിങ്കണ്ണൻ എന്നെ നോക്കി. അയ്യോ അച്ഛമ്മ ഇയാള് കള്ളം പറയാ. മിണ്ടരുത്. ഇനി ഈ വേഷവും കെട്ടി MLA കാണാനാണെന്നും പറഞ്ഞ് ഈ വീട്ടു പരിസരത്ത് കണ്ടുപോകരുത്. നാടൻ ബീജം തിളങ്ങുന്നു, ലോക്കൽ സെവൻ ഷൈനിങ്. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ MLAക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങ് വടക്ക് UP-യിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തരിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയൂ. ഇത് ഭരതേട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളുടെ ആളാ. അത് തന്നെയാ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി? അടിയടാ അവനെ. നീ വീണ്ടും വന്നല്ലേ? മൃഗവൈദ്യ ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തില. ഒന്നുകിൽ നിനക്കൊരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കൊരു ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി. ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി പൊട്ടി. ബോംബ് പൊട്ടി. ഹരീന്ദ്രന്റെ കൈ കൊണ്ടവന്റെ കഥ തീർന്ന്. കുട്ടാ ഓടല്ലേ. ആരിക്കാല ഒന്ന് നിന്നേ. നിന്റെ വിത്തുകളെ കൊണ്ടെന്നെ കുത്തി കൊല്ലിക്കാനല്ലേ? അല്ല, ഈ നാട് ഞെട്ടിക്കുന്ന സത്യം പറയാനാ. നിന്റെ അമ്മളിക്കുട്ടിക്ക് ഏത് ടൈപ്പ് കുഞ്ഞുങ്ങളെന്നാ പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏതാ? ചന്ദ്രപ്പാ എന്നെ കൂടെ കൊണ്ടുപോ. നീ ഓടി ഒന്ന് വിട്ടോ. വിത്തുകളെ ഉന്നം വെച്ചിരിക്കുന്നത് എത്തമ്മയാടാ. പണ്ടേ അവനൊരു കണ്ണുള്ളതാ. ഈടനെ ഉറപ്പാ. നീ എന്തിനാണ് എത്ര സ്പീഡാ പോകുന്നത്? കാല രത്നമ്മയുടെ പുറകെ പോയി. ബ്രേക്ക് പിടി. ബ്രേക്ക് ഞാൻ എപ്പോഴേ പിടിച്ചേനെ. അപ്പം ബ്രേക്ക് ഇല്ലേ? നിർത്ത്. ഇത്ര സ്പീഡിൽ എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിനെ കാളയിട്ട് ഓടിക്കുവാ. ആണോ? മാറി ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് സൈക്കിളോട്ട് പഠിക്കാറാ. അയ്യേ, സ്റ്റാൻഡിൽ ഇറക്കിയില്ലേ? ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന് ഇനി വൈദ്യനില്ലാത്ത ആശുപത്രിയില്ലേ ചവിട്ട് ഡോക്ടർ ഞാൻ. ഓ, ഇവന് കിട്ടിയിട്ടില്ലേ? മതിയാ. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? രത്നം, എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ നിങ്ങളുടെ കാള? കാളയുടെ ഒരു യോഗ. കാളയോഗം. അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെയും പോയാ? കണ്ടില്ലേ നാശം. ഇപ്പോഴും അവിടെ നിന്ന് സ്വീകരിക്കുക. അമ്പട കള്ള കാര്യം ഒപ്പിച്ചല്ലേ. ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്ഥിതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? അവൻ കൊടുത്തേക്ക്. എന്താ നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ എന്തത്? ഇവന് കൊടുത്തതാ. ഇവ പണ്ടേ ഇങ്ങനെ വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. വൃത്തികെട്ടവൻ. എന്താ ഇത്? ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടതും നന്നായ
രക്തസാക്ഷി ദിനത്തിന് 2 ആഴ്ച പോലും ബാക്കിയില്ല. ഒരു 1.5 കോടി. കണ്ണൂര് പോകുമ്പോ മാഹി ചരക്ക് കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകും. സാറേ എന്താടാ? എത്ര നേരമാണ് ഞാൻ പുറത്തേക്കണ്? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? വല്ല നേർച്ചയുണ്ടാ? ഉണ്ടടാ, എന്റെ മുണ്ടിരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂര് വരെയുള്ള 12 ബാറുകളിൽ പറയെടുത്ത് പോകാമെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്. ശരി, ഇതിന്റെ ആളാ. നീ എണ്ണിക്കോ, എത്ര ബാറായി? 12 ഇനി അടിച്ചടിച്ച് ഈ പൈസ തീർക്കല്ലേ സാറേ? എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച തിരുവനന്തപുരം വരെ എത്താനുള്ള. താൻ പേടിക്കണ്ടോ, തന്റെ കാശ് അവൻ സെറ്റിൽ ചെയ്തോ. ആര്? ആ സ്ഥലം MLA കോറത്തിൽ കഴിച്ചത് ഒറിജിനൽ ആണോ എന്നൊരു സംശയം. ശരീരം റിജക്ട് ചെയ്യണം. ഞാൻ ഒരു 1.5 കളഞ്ഞിട്ട് വരാം. നീ ഒരു അരയടി ഒന്ന് പൊതിഞ്ഞെടുത്തു. മൊബൈൽ അടിക്കണ്ട. ഒന്നൊഴി. തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ് സാറേ. MLA വീടെത്തിയെന്ന് സാറേ. ഏത് പറ? തള്ളേ മുണ്ടില്ല. നീ മുണ്ടരുത്. 4550 രൂപയിലെ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ അണ്ടറില്ല. ഈ മുണ്ടെടുത്തോണ്ടോ ഇതാ. ഓ എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, കളിമുണ്ടെങ്കിൽ കളിമുണ്ട്. ആരാ നിരാഹാരം കിടക്കണത്? ഓ, കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും. ഓ, ചത്തുപോയാ? ആ, കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. മുണ്ടക്കാരെ പിടിച്ചത് നീ നമ്മുടെ പാർട്ടിക്കാരനാ. അതാ മുണ്ടേ പിടിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഓണർ ഗസ്റ്റാ. രാഘവനോട് പോയി എന്തോ രാഘവനെ വിളിയടാ. ആദ്യം 4550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് മട്ടേ നീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരും. അച്ഛമോ എന്താടാ? അതെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു 4550 രൂപ എടുക്കണം. ആരോടോ? ആ, ഒരു ഗസ്റ്റേ. ഞാൻ ആ കാറൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? ആ, തിരുവനന്തപുരത്ത് നിന്ന് ആരോ വന്നു. പൈസ വിടി. ഇയാളിതെവിടെ പോയി? ഇവിടെ എവിടെയാ ഗസ്റ്റ്? കാറ് സെറ്റിൽ ചെയ്തു. പക്ഷെ അയാൾ മതിൽ ചാടിയപ്പോ കളഞ്ഞ്. എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറിയായിട്ടില്ല ഗസ്റ്റ്. നട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. നടപ്പും ബാബുവും കണ്ട ക്യാപ്റ്റൻ രാജിന്റെ അനിയനാണെന്ന ധാരണ. നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. കതറിട്ട ഗോസ്റ്റ്, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഇവനെ എവിടെ പോയി തപ്പാനാ? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ കളി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പോ ചോദിച്ചു? തോളത്തിന് മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് നേരം. ഓ, കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ പെമ്പിള്ളേരെ വളക്കാൻ. വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കും. അവരിന്ന് വരെ നാളെ പോവും. ആ, ഒരു കാര്യം അറിയാനാ. ഹസ്ബൻഡിനൊന്ന് വിളിക്കാം. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ, എന്റെയും. ആങ്ങളും ആരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ, കതിരവൻ, ആദിത്യൻ. കുഴപ്പമില്ല. 3-ൽ 10 വരുത്ത. ഓക്കെ, കട്ടില് പണിഞ്ഞാ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ 10 മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിലിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട്. ഇതാ അവൻ തന്നെ.
എടാ ഗൗതമ അവിടെ നിൽക്കാൻ. അമ്പിയണ്ണൻ അതേടാ അമ്പി തന്നെ. നിന്നെ പൊക്കാനാണ് ഞാൻ വന്നത്. സമയത്തിന് നിന്നെ കിട്ടിയില്ലെങ്കിൽ ഡെഡ് ബോഡി കൂടെ നാട്ടിൽ ഞാൻ പോകും. എന്റെ ഈശ്വര, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ വന്നതാ. രക്ഷിക്കണേ, അയ്യോ എന്തുവാടി ഇതൊക്കെ? രക്ഷിക്കേ. അതിനെന്താ തലകുത്തി നിൽക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്കും. അയ്യോ, ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിൽക്കുന്നത് ചേട്ടനാ. എന്തായിരുന്നു എന്ത് പറ്റി? നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ കതിരിട്ട ഒരാൾ വന്നിരിക്കുന്നു. ആളവിടെ പോയി. ആള് കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് കുറെ അയാളും പോയിട്ടുണ്ട്. പ്രഭുദേവ വാടാ. ആ തോർത്തെടുത്ത് മാനം മറയ്ക്ക്. അയാൾ പേടി. സുശീല ഉടുത്തത് പോയടാ. അജി എടാ ഒരു തുണി ഇട്ട് താടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. എടാ ഏതെങ്കിലും തുണി എടുത്തിട്ടാ പിടിച്ചോ. रघुपति राघव राजा राम पतित पावन सीताराम ഓടിക്കരുത്. पतित पावन सीताराम रघुपति राघव ഹേ റാം, ഹേ റാം, ഹേ റാം. ഹായ് കയറു കയറി ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാൻ ഈ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇപ്പൊ ഇത്. നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ? നാടും കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, ക്വിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നതാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്ത്രമായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. എന്തേത്? ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി. കുട്ടിത്തോക്ക് ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിയിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ലോ. സമരമുറക്കി ഇപ്പൊ ഇങ്ങനെയായ. നീ പോടാ, ആണും പെണ്ണും കെട്ട താടി വെച്ച 9. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലൊടുക്കി. എവിടെ? എന്റെ കണ്ണും പിടിക്കണില്ല, കാണാൻ പറ്റുന്നില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ആ ഇപ്പൊ കണ്ട്. സമ്മതിച്ച്. നിന്റെ ഒറ്റക്കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കാണില്ലേ. എനിക്ക് വേണ്ടി ഞാൻ ബാറ്റ് ചെയ്യാം. കളിച്ച് പറയാൻ പറ്റില്ല, വല്ല ബോംബാറ്റി ആയിരിക്കോ? ആ മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ, ഉണ്ടംപുരിയാ. ആ ഉണ്ടംപുരി ഉണ്ടംപുരി. അയ്യോ ബോംബ്. സുശീലന്റെ കാര്യം കഷ്ടാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിരിക്കാനായിരിക്കും. ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് 2 കണ്ണും കെട്ടി വെച്ചേക്കും അവര്. എനിക്കതല്ല, അമ്പി അണ്ണൻ എവിടെ പോയിന്ന് ഒരു പിടിയില്ല. ആ അത് ആ ഓട്ടോ ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാണും. ആശുപത്രി കിടന്ന ആള് ദേ വരുന്നു. ദൈവമേ, ഇവിടെ പവർ കട്ടാ. കണ്ണ് 2 മൂടി കെട്ടിട്ട പവർ കെട്ടുന്നു. ഓ, അത് ഞാൻ മറന്നു. വാ ഇറങ്ങാശാനെ. ഡ്രൈവറാ. അപ്പൊ ആശാനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു ബലേ. ആശാനെ, ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് 1 ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ് വേണ്ട. എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരെ?
അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ? തേടിയ പള്ളി കാലിൽ ചുറ്റി. നിന്റെ കാലല്ല, നിന്റെ അപ്പന്റെ കാലിൽ. വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല, രോഗിയാ. ജന്മനാ ഇത് തന്നെയാ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അമ്പുജാക്ഷൻ. വേണ്ടപ്പെട്ട ഒരു അമ്പിയെന്ന് വിളിക്കും. അമ്പി അണ്ണനാ? അമ്പടാ. നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രുവായിരുന്ന? ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടണം. അമ്പി അണ്ണ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ, എടുക്ക്, പെട്ടി എടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോരിന്റെ മണം. ആരാകത്തേക്ക് പോയത്? അമ്പിയണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പി അണ്ണ, ഞാൻ പറയുന്നത് കേക്കും. രത്നമ്മ തന്നെ പറ, ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ചോണ്ടോ വന്നിരിക്കുവോ? ഈശ്വര, നേരോ? ഇല്ല, ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ്സിന് പിടിവിട്ട് പെട്ടിയുണ്ടാ തോക്കടാ. കുറെ നേരമല്ല നിങ്ങൾ അവിടെ ഇവിടെ പിടിക്കാൻ തുടങ്ങിയിട്ട്. രത്നമ്മേ, ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുതട്ടാ. എപ്പോഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത്?